നമസ്കാരം. 2020 ജോ ബൈഡൻ തന്റെ വൈസ് പ്രസിഡന്റായി കമല ഹാരിസിനെ തിരഞ്ഞെടുത്തത് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. അന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന പദവിയായിരുന്നു കമല ഹാരിസിന്റേത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ആരാകും സ്റ്റേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന ആകാംക്ഷയാണ് ശക്തമായിരിക്കുന്നത്. അമേരിക്കയുടെ വിദേശകാര്യ നയങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഈ പദവിയിലേക്ക് സെനറ്റർ മാർക്കോ റൂബിയോ എത്തുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ പദവിയിലെത്തുന്ന ആദ്യ ലാറ്റിൻ അമേരിക്കൻ വംശജൻ കൂടിയായിരിക്കും. ഫ്ലോറിഡ സ്വദേശിയായ റൂബിയോയുടെ കാര്യത്തിൽ ട്രംപിന് പ്രത്യേക താല്പര്യമുണ്ടെന്നാണ് സൂചന. റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായ ഘടകമായിരിക്കുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈന, ഇറാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളോട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് റൂബിയോ. പരമ്പരാഗത റിപ്പബ്ലിക്കൻ വീക്ഷണങ്ങളെ സ്വന്തം പരീക്ഷണ അധിഷ്ഠിത നിലപാടുകളായി സംയോജിപ്പിക്കുന്ന റൂബിയോ അമേരിക്കയുടെ വിദേശ നയ രൂപീകരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കും. 2016 റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പ്രസിഡൻഷ്യൽ നാമനിർദ്ദേശത്തിനായി ട്രംപിനോട് മത്സരിച്ച ചരിത്രവും റൂബിയോയ്ക്കുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ ഒരു നിർണായക സഖ്യകക്ഷിയായി ഇന്ത്യ മാറ്റിയെടുക്കണമെന്ന നിലപാടുള്ള റൂബിയോ ഇന്ത്യ അമേരിക്കൻ ബന്ധം ശക്തമാക്കുന്നതിനായി നിരവധി തവണ ശബ്ദമുയർത്തിയിട്ടുണ്ട്. US ഇന്ത്യ സഹകരണം, പ്രത്യേകിച്ച് പ്രതിരോധം, വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനായി അദ്ദേഹം ദീർഘകാലമായി ശ്രമിച്ചു. ഏഷ്യയിൽ ചൈനയ്ക്കെതിരായ ശക്തിയായി ഇന്ത്യ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അമേരിക്കയുടെ ദീർഘകാലമായ പദ്ധതിയാണ്. ശക്തമായ ഇന്ത്യ-US ബന്ധത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം റൂബിയോ ഇടയ്ക്കിടെ വ്യക്തമാക്കുകയും ചെയ്യാറുണ്ട്. ഒരു രാജ്യങ്ങളുടെയും സാമ്പത്തിക താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ഇരു രാജ്യങ്ങളും പിന്തുടരുന്ന ജനാധിപത്യ തത്വങ്ങളെ ശക്തിപ്പെടുത്തുന്ന നയങ്ങൾക്കായി അദ്ദേഹം വാദിക്കുന്നു. റൂബിയോ ആണ് സ്റ്റേറ്റ് സെക്രട്ടറിയായി വരുന്നതെങ്കിൽ അത് ചൈനയെ സംബന്ധിച്ച് അത്ര സുഖകരമായിരിക്കില്ല. സെനറ്റിൽ ചൈനയുമായുള്ള നയത്തെക്കുറിച്ച് നിരവധി തവണ ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും വ്യാപാര സമ്പ്രദായങ്ങളെയും ദക്ഷിണ ചൈന കടലിലെ ആക്രമണാത്മക നടപടികളെയും റൂബിയോ നിരന്തരം വിമർശിച്ചു. സാങ്കേതിക കൈമാറ്റത്തിനുള്ള ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഉൾപ്പെടെ ചൈനയുടെ മേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന നയങ്ങളെ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ കക്ഷികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ചൈനയ്ക്കെതിരായ നീക്കം റൂബിയോയിലൂടെ അമേരിക്ക ശക്തമാക്കുന്നതിൽ സംശയമില്ല. യൂറോപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാറ്റോ സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെത്. റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ നാറ്റോ സഖ്യം ശക്തിപ്പെടുത്തണമെന്നാണ് റൂബിയോയുടെ നിലപാട്. നാറ്റോയുടെ കാര്യത്തിൽ ട്രംപിന് വ്യത്യസ്തമായ നിലപാടുള്ളതെങ്കിലും റൂബിയോയുടെ നയം പ്രസിഡന്റിന്റെയും സ്വാധീനിച്ചേക്കും. നാറ്റോയെ അമേരിക്കൻ സുരക്ഷയുടെ സ്തംഭം എന്ന് വിളിക്കുകയും റഷ്യൻ മറ്റ് ആഗോള ഭീഷണികളെ ചെറുക്കുന്നതിൽ സഖ്യത്തിലുള്ള പങ്ക് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് റൂബിയോ. എന്തായാലും മാറ്റങ്ങൾക്കായി കാത്തിരിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.